നമ്മളിവിടെ വന്നപ്പോഴേ പുള്ളി ഫാമിലിയായിട്ട് വന്നതാണ്. ചെക്കൻ പറഞ്ഞ പോലെ നമുക്കൊരു ലൈക്കും സബ്സ്ക്രൈബും അങ്ങ് തന്നേക്കണേ. നമ്മളിന്നേ ഒരു വാതി തപ്പിപ്പോവാ കേട്ടോ. വാതി എന്ന് പറഞ്ഞാൽ അരുവി, നദി എന്നൊക്കെ അറബി പറയുന്നത്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇതുപോലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയത്. പക്ഷെ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ എത്തുന്ന സമയത്തെ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം ഫുള്ള് ഫാമിലീസൊക്കെ ആയിരുന്നു ഇവിടെ ക്ലൗഡ് ബെഡൊക്കെ കാണാനൊക്കെ ആയിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പും പള്ളിയിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള എല്ലാവരും ഇറങ്ങി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ കാറ് പോകുന്നതുണ്ടോ, ആ കാറ് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ആദ്യം ഈ ലൊക്കേഷനിലേക്ക് വരുന്നത്. ഇതൊക്കെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം ഓഫ് റോഡാണെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ്. ഈ കാണുന്ന ഈ ഒരു ചെറിയ അരുവിയാണ് ഈ ഏരിയ മൊത്തത്തിൽ മനോഹരമാക്കുന്നത്. അല്ല, ഈ പുല്ലിനിടയിൽ കൂടെ ചെറിയൊരു അരുവി ഇത് കണ്ടോ. ഇത് എവിടുന്ന കറക്റ്റ് എന്നറിയത്തില്ല. ഇത് അങ്ങോട്ട് ഫുള്ള് പിന്നെ കാടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ താഴോട്ട് ഒഴുകി പോകുമ്പോൾ താഴെ ഒരു പിക്നിക് സ്പോട്ടുണ്ട്. ഫാമിലികളെല്ലാം വന്ന് തമ്പടിക്കുന്നതൊക്കെ അവിടെയാണ്. ഈ വരുന്ന കാറിലെ ഒരു വൈബ് സാധനം കേട്ടോ വരുന്നത് കണ്ടോ, ഒരു സൗദി ചെക്കൻ. നമ്മളിവിടെ വന്ന് പുള്ളിക്കാരനെ പരിചയപ്പെട്ടതാണ്. നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടൊരു സൗദി കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴേ പുള്ളി ഫാമിലിയായിട്ട് വന്നതാണ്. നമ്മുടെ അവിടെയൊക്കെ ഇതൊന്നും വലിയ വിലയൊന്നുമില്ല നമുക്ക് മലയാളികൾക്ക്. ഇതൊന്നും വലിയ കാര്യം നമ്മൾ ഇതുപോലുള്ള അരുവികളുടെ നടുക്കൂന്ന് വരുന്നതാണ്. അരുവികൾ, തോട് ഇതൊക്കെ കൊണ്ട് അനുഗ്രഹമായിട്ടുള്ള നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട്. നമുക്കിതൊന്നും വലിയതായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷം നമുക്കിതൊക്കെ ഒരു വലിയൊരു അനുഭവം കേട്ടോ. നമ്മളിതുപോലൊരു വാതി തപ്പി പോകുന്നതും നമ്മളവിടെ ചെന്ന് ആ പിക്നിക് സ്പോട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ നമുക്കൊരു വലിയൊരു അനുഭവമായിരിക്കും. അത് നമ്മൾ വിചാരിച്ചത് ഇത് പോകുന്ന വഴി കൂടെ നടന്നു പോകാമെന്ന്. നമ്മൾ ഇങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ഷൂവും ഡ്രസ്സും എല്ലാം ഫുള്ള് വെള്ളമാവും. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ദൂരം കാർ അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് പോകാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര കല്ലും ഇതൊക്കെ. അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം. നമ്മൾ അവിടെ വരെ കാറ് എവിടെ വരെ പോകുന്നു അവിടെ വരെ പോയിട്ട് അവിടുന്ന് ബാക്കി അങ്ങോട്ട് നടന്നു പോകാമെന്ന്. ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതെന്ന് നോക്കണ്ട. വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാല് കുത്താൻ സ്ഥലം കിട്ടത്തില്ല. അതുപോലെ തിരക്കായിരിക്കും. ഫുള്ള് ഫാമിലിയായിട്ട് എല്ലാവരും ഇങ്ങ് വരും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോകുന്ന തിരക്കില്ല. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം നടന്നു വന്നപ്പോഴത്തേക്കിനും 11 മണിയായി. ഇതിങ്ങനെ കുറേ നമ്മൾ നടന്നു വരണമായിരുന്നല്ലോ. ഇത് നമ്മൾ പരിചയപ്പെട്ട കുറച്ച് സൗദി ടീംസുകളാണ് കേട്ടോ. ഇവരെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവരുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങ് പോന്നു. രാവിലെ തന്നെ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഇട്ട് അവർക്ക് പറ്റിയ ഒരു പ്ലേസൊക്കെ പിടിച്ച് അവർ ക്യാമ്പിംഗ് സ്പോട്ടെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവരിവിടെ ഫുഡ് ഉണ്ടാക്കുക. ഈ ഫുഡ് ഉണ്ടാക്കി അവർ റെഡി ആവുന്ന സമയം കൊണ്ട് അവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇവരിവിടെ നിന്ന് ചുറ്റും കൂടി ഇരുന്ന് കഴിക്കും. അതുപോലെ നമ്മൾ ഈ വന്ന ലൊക്കേഷനിലുണ്ടല്ലോ പഴയ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. വർഷങ്ങളോളം പഴക്കമുള്ള കുറേ ബിൽഡിങ്ങുകൾ. അതായത് പൂർണ്ണമായിട്ട് കല്ലിലും തടിയിലും മാത്രം തീർത്തിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ. അത് കണ്ടോ, ഇവിടെ കണ്ടോ നിരന്നിങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ചിലതൊക്കെ നശിച്ചു പോയി, ചിലതൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പാറക്കല്ല് കൊണ്ട് കൃത്യമായിട്ടാണ് ഇട്ടിരിക്കുന്നുണ്ടോ. ഒരു അതിരൊക്കെ കണ്ടോ, അവരുടെ കറക്റ്റ് കോർണറൊക്കെ ഒരേ ഷേപ്പിലാണ് പോകുന്നത്. അതുപോലെ ഇടയ്ക്ക് തടി വെച്ച് മേൽക്കൂരയും കംപ്ലീറ്റ് ആയിട്ട് ഭിത്തി ഫുള്ള് കല്ലിലാണ് കേട്ടോ, കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ഈ കാണുന്ന ചുറ്റുപാടെല്ലാം ഉണ്ടല്ലോ വൈകുന്നേരം ഫുള്ള് ആളുകളായിരിക്കും. അതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് ആട്ടോ. ഈ അസ്തീറിൻ്റെ ആണെങ്കിൽ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആട്ടോ ഇവിടെ. കുറച്ച് സൈഡ് പരന്ന്, കുറച്ച് സൈഡ് നദിക്കരയിലൊക്കെ ആയിട്ട് ഇരിക്കാനും ക്യാമ്പിംഗ് സൈറ്റിനൊക്കെ ഒരു പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഈ കല്ലുകൊണ്ടൊക്കെ കെട്ടിയ വീടൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ അതുവഴിയൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കും കേട്ടോ. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പാമ്പോ വല്ലതും ഉണ്ടെങ്കിൽ കടി കിട്ടിയാൽ പോയതാണ്. പിന്നെ ഇവിടുത്തെ പാമ്പുകളൊക്കെ അറിയണം, അത്യാവശ്യം നല്ല വിഷമുള്ള ടൈമ്പുകളാണ്.
ഇത് കണ്ടോ, ഇതൊരു കള്ളിമുൾച്ചെടിയാണ്, ഫുള്ള് കൂട്ടമായിട്ട് വളർന്ന കള്ളിമുൾച്ചെടി. ഇതിൻ്റെ ഇലയുടെ മുകളിൽ ഒരു പ്രത്യേക തരം കായ ഉണ്ടാവും. ഇത് സംഭവം നമുക്ക് ചുമ്മാ കൈകൊണ്ട് പറിച്ച് തിന്നാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമുക്ക് കാണുമ്പം ഈ കുരുവിനകത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പഴത്തിനകത്തൊന്നുമില്ല, ഒരു മുള്ളു പോലും കാണത്തില്ല. പക്ഷേ നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞു 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 മുള്ളുണ്ട്. ഇത് നമ്മൾ പറിച്ചിട്ട് കുറേ നേരം പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് വേണം, ഗ്ലൗസ് ഇട്ട് വേണം ഇതിൻ്റെ തൊലി കീറിയിട്ട് അതിൻ്റെ കാ കഴിക്കാൻ. ഇതിൻ്റെ കാ കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റോബസ്റ്റ പഴം കുരുവോടെ ചവച്ച എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും. അത്യാവശ്യം നല്ല ടേസ്റ്റ്. നമ്മളിപ്പോൾ നടന്നു വന്ന അരുവി ഉണ്ടല്ലോ, ആ അരുവി ഒഴുകി ഒഴുകി ഇവിടെ വരെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു കുഴി പോലെ ഏരിയ ആയതുകൊണ്ട് ഇവിടെ കുറേ വെള്ളം കെട്ടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നോക്കി അപ്പുറം പോകാം, പക്ഷെ നടക്കത്തില്ല. അത് ഫുള്ള് ഇങ്ങനെ ഒരു ചെറിയൊരു തടാകം പോലെ ഇവിടെ രൂപപ്പെട്ട് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോകാനൊരു ഇച്ചിരി പാടാം. അതുകൊണ്ട് ഇവിടെ വരെ ഉള്ളൂ ക്യാമ്പിംഗ് സ്പോട്ട് ആണെങ്കിലും. അല്ല, ഇതിനപ്പുറത്ത് വണ്ടിയായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. ഈ സൗദികൾ സത്യം പറഞ്ഞാൽ അവന്മാർ വണ്ടിയായിട്ടൊക്കെ അപ്പുറത്ത് പോകും. അതുകൊണ്ട് ഈ ടീംസിനെ കുറിച്ചാട്ടോ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇവരെ പരിചയപ്പെട്ട് ഇവർ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് നമ്മളെ വിളിച്ചു, നമ്മുടെ കൂടെ ഒക്കെ പേരൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമൊക്കെ പെട്ടു. അപ്പോൾ ഇവർ രാവിലെ ഇവിടെ വന്ന് ഇവർ ഒരു വണ്ടി ഫുള്ള് ക്യാമ്പിങ്ങിനുള്ള ഒരു വണ്ടിയുമായിട്ട് ഇവിടെ വന്ന് ഫുള്ള് അങ്ങ് സെറ്റ് ചെയ്തു. ഈ വണ്ടിക്കകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ വണ്ടിക്കകത്ത് എത്രയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 പേർക്ക് ഏത് സമയത്ത് ആഹാരം കഴിക്കാനുള്ള സെറ്റപ്പ് ഇതിനകത്തുണ്ട്. അവർക്ക് കുക്ക് ചെയ്യാനാണെങ്കിലും ശരി, അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ളതാണെങ്കിലും ശരി. ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പിംഗ് സൈറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അവർക്ക് വല്ലയിടത്ത് പോയി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ക്യാമ്പിങ്ങിന് കൊണ്ടുപോകാൻ, അതേപോലെ കറങ്ങാൻ പോകാൻ, ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത്. വണ്ടിക്കകത്ത് തന്നെ ടാങ്ക് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ ഒക്കെ. പുള്ളിക്കാരൻ ഇത് പിടിച്ചിട്ട് അവരുടെ ട്രഡീഷണൽ ഡ്രിങ്ക് ആയിട്ടുള്ള കാവ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കുടിപ്പിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് വിടൂ. അവരെ ഭക്ഷണവും കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീരെ സമയവുമില്ല, നമുക്ക് നേരത്തെ വേറെ ലൊക്കേഷനിലോട്ട് ഓടി എത്താൻ വേണം. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ അവരിവിടെ പിടിച്ച് നിർത്തിയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ കൂടെ കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു പാകിസ്ഥാനി വേണം. പുള്ളിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്യാമ്പിങ്ങിന് പോകാറാകുമ്പോൾ ഈ വണ്ടിയിൽ ഇവരുടെ കൂടെ വരിക, അവരെ കുറച്ച് സഹായിക്കുക. അങ്ങനെ വെള്ളിയാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ, അങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ ഈ വണ്ടിയിൽ അവരുടെ ഫാമിലിയോടുകൂടെ പോവുക, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ജോലി. നമ്മൾ ഏതാണോ മനസ്സിലാഗ്രഹിക്കുന്നത് അതാണ് പുള്ളിയുടെ ജോലി. നമ്മൾക്ക് ഇങ്ങനെ വെറുതെ ആഴ്ച ക്യാമ്പിന് പോകുന്നു, നമ്മൾ കറങ്ങാൻ പോകുന്ന പോലെ ഇങ്ങനെയാണ് പുള്ളി ഇവരുടെ കൂടെ സെറ്റിലായിട്ട് ഇങ്ങനെ നടക്കുക. പുള്ളി ഹാപ്പി, അവർ ഹാപ്പി, എല്ലാവരും ഹാപ്പി. നമ്മുടെ ഇവിടെ ഇതൊരു ചെറിയ ചാലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ല, അതൊന്നും മുമ്പേ പറഞ്ഞ പോലെ. പക്ഷെ അവർക്ക് അങ്ങനല്ല കേട്ടോ. ഒരു ചെറിയ നല്ലൊരു കാണാൻ പറ്റിയൊരു സ്ഥലമാണെങ്കിൽ അവർക്കതൊരു ഭയങ്കര സന്തോഷം. അവരവിടെ വന്ന് അവരുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത്. അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ അപ്പുറത്ത് വീഡിയോ എടുക്കാറുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ച് നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയാൽ മതി, നമുക്ക് വേറെ സ്ഥലത്തോടൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് എന്നെ പിടിച്ച് അവിടെ നിർത്തി. പക്ഷെ ഒരു രക്ഷയില്ല, നമുക്ക് വേറെ സ്ഥലത്ത് വരെ പോകാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ കുറേ ഫോട്ടോ എടുക്കാറുണ്ട്. ഞാനിന്ന് എടുത്തിട്ട് ഭക്ഷണം റെഡി ആകുമ്പോഴത്തേക്കിന് നിസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നൈസിന് മുങ്ങി. അപ്പോഴേ അവർക്ക് മനസ്സിലായി ഞാൻ അവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു വരുമല്ലോ, തിരിച്ച് വരുമല്ലോ, ഞങ്ങൾ അതിനോട് ചേർത്ത് ഭക്ഷണം ഇടുന്നത്. നമ്മൾ ഏകദേശം കള്ളസത്യമൊക്കെ ഇട്ട് അവിടുന്ന് നൈസായിട്ട് അങ്ങ് മുങ്ങി. ഈ ആദ്യത്തെ മര്യാദയിൽ ഇവരുടെ ഒരു കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യും. അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു രക്ഷയില്ലാതെ നമ്മളെ ട്രീറ്റ് ചെയ്യും. അതുപോലെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതുപോലെ നമ്മളവിടുന്ന് മുങ്ങി, നമ്മളവിടുന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ ആ സ്ഥലം കണ്ടു, നമ്മൾ പോയ സ്ഥലത്ത് ആ കാണുന്ന ആ സ്ഥലമാണ് ആ അരുവി ഒഴുകി വന്ന സ്ഥലവും അവിടെ ക്യാമ്പ് ചെയ്ത സ്ഥലവും എല്ലാം. അത് നമ്മൾ ആ മലഞ്ചെരുവുകൾക്ക് നടുവിലായിട്ട് കാണുന്ന സ്ഥലമാണത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയത് ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള കൃഷിയൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള ഓരോ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ നമുക്ക് വേണം കേട്ടോ.